അപ്പോൾ ഇവരുടെ ഭാഗത്തൊരു ഗുരുതരമായൊരു തെറ്റുണ്ട്. അത് ഈശോ ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ സഹിക്കാൻ പറ്റാത്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്നാപയോഹന്നാൻ മാമോദീസ കൊടുക്കുകയാണ്. ഒരു സ്ഥലത്ത് നിന്നിട്ട് ജോർദാൻ നദിക്കരയിൽ സ്നാപയോഹന്നാൻ മാമോദീസ കൊടുക്കുകയാണ്. അപ്പോൾ ഈശോ പോലും പോയി മാമോദീസ സ്വീകരിച്ചു. ദൈവപുത്രൻ. ഈശോയ്ക്ക് അത് സ്വീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ നിന്നിൽ നിന്ന് മാമോദീസ സ്വീകരിക്കേണ്ടിയിരിക്കുക, നീ എന്താണ് എൻ്റെ മുൻപിൽ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, ഇപ്പോൾ ഇത് സമ്മതിക്കുക, സർവ്വനീതിയും പൂർത്തീകരിക്കപ്പെടുക ദൈവഹിതമാണ്. അപ്പോൾ ഈശോ പോലും മാമോദീസ സ്വീകരിച്ച് പാപികളും ചുങ്കക്കാരും ഒക്കെ പോയി മാമോദീസ സ്വീകരിക്കുക. അവിടെ പോയി തലകുനിച്ച് കൊടുത്ത് നിരനിരയായി നിന്ന് അവർ മാമോദീസ സ്വീകരിക്കുക. അപ്പോഴാണ് ഈ ഫരിസേയർ അവിടെ പോയി നോക്കി നിന്നു. ഇങ്ങനെ നോക്കി നിന്നിട്ട് തിരിച്ചു പോന്നു. വെറുതെ പോയി നോക്കി നിന്നിട്ട് തിരിച്ചു പോകും. നമ്മളിങ്ങനെ ചില ആളുകൾ കുർബാന കാണാൻ പോയിട്ട് അവരെ പുറത്തൊക്കെ നിന്നിട്ട് കുർബാന കണ്ടിട്ട് പോകുന്നത് പോലെ വെറുതെ പുറത്ത് നിന്ന് അങ്ങനെ നോക്കിയിട്ട് ദൂരെ നിന്ന് ഇങ്ങനെ നോക്കി നിന്നിട്ട്. അപ്പോൾ ഈശോ, നിങ്ങളെ എന്ത് കാണാനാണ് പോയത്? കാറ്റത്തുലയുന്ന ഞാൻ കണയോ? നിങ്ങൾ എന്ത് കാണാനാണ് പോയത് എന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്ത് കാണാനാണ് പോയത്? മൃദുല വസ്ത്രങ്ങൾ ധരിച്ചവനെയോ? മോടിയ വസ്ത്രം ധരിച്ച് ആഡംബരമായി ജീവിക്കുന്നവർ കൊട്ടാരങ്ങളിലാണല്ലോ. അതുമല്ലെങ്കിൽ എന്ത് കാണാനാണ് നിങ്ങൾ പോയത്? പ്രവാചകനെയോ? അതെ, ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രവാചകനേക്കാൾ വലിയവനെ തന്നെ. ഇങ്ങനെ ഒരു വഴക്ക് ഈശോ പറയുന്നുണ്ട്. ഈശോയുടെ വഴക്ക് വളരെ രസകരമാണ്. കുറിക്കുകൊള്ളുന്ന വർത്തമാനമാണ് ഈശോ പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് ഇവർ വന്നിട്ട് ഈ കുറ്റം പറയുന്നത്. നമുക്കിങ്ങനെ നമ്മളെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ കറക്ഷൻ തന്നാൽ നമുക്ക് പിടിക്കല. വീട്ടിലാണെങ്കിലും നമ്മൾ നീ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മുഖമൊക്കെ മാറി പിന്നെ തുള്ളൽ തുടങ്ങും. അതങ്ങ് ന്യായീകരിക്കാനുള്ള വർത്തമാനം നമ്മൾ വീടുകളിലൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നൊരു കാര്യം. എന്തിനും ഏതിനും മറുപടി പറയുക. മറുപടികളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വലിയ കാര്യമൊന്നുമില്ല, ജയിക്കാനുള്ള ശ്രമമാണ്.